ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പേജ് നമ്പർ 134, അതായത് 134. ഓക്കെ, ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന പാഠഭാഗമാണ്. എല്ലാവരും നിങ്ങളുടെ 134ാമത്തെ പേജ് എടുത്ത് വയ്ക്കുക. ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. If a couple is unable to conceive naturally, even after 1 year from the time they decided to conceive, can be considered as infertility. എന്താണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. If a couple is decided to conceive, അതായത് ഒരു കപ്പിൾ, അതായത് ഒരു കപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ, എന്താണ്, ദമ്പതികൾ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷം തീരുമാനിച്ച സമയം മുതൽ 1 വർഷത്തിന് ശേഷവും ഗർഭം ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ വന്ധ്യത ആയി പരിഗണിക്കുന്നു. ഓക്കെ, ഇഫ് എ കപ്പിൾ ഈസ് അൺഏബിൾ ടു കൺസീവ് നാച്ചുറലി, അതായത് ഒരു ദമ്പതികൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്താണ് നാച്ചുറലി പ്രകൃതിദത്തമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും തുടർച്ചയായി ഏർപ്പെടുകയും ചെയ്യുകയാണ് 1 വർഷത്തേക്ക്. എന്നിട്ടും അവിടെ ആ സ്ത്രീ ഗർഭം ധരിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന് വിളിക്കാവുന്നതാണ്. അതിനെ വന്ധ്യതയായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വന്ധ്യതയായിട്ട് കണക്കാക്കാം. Based on the indicators, analyze the description given below and make note. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചുവടെ നൽകിയിരിക്കുന്ന വിവരണം സൂചകങ്ങൾ അനുസരിച്ച് വിശകലനം ചെയ്തതിന് ശേഷം ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ബേസ്ഡ് ഓൺ ചുവടെ നൽകിയിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കുറിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആ കുറിപ്പിലേക്ക് പോവുകയാണ്. One or both of the partners may have the physical condition leading to infertility. അതായത് ഒരാൾക്കോ അല്ലെങ്കിൽ പങ്കാളികളിൽ ഒരാൾക്കോ ഇരുവർക്കുമോ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ ഉണ്ടാവാം. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ വന്ധ്യതയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രമായിരിക്കില്ല, പുരുഷന് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ ഒരാൾക്കായിരിക്കാം, ചിലപ്പോൾ 2 പേർക്കും ആയിരിക്കാം. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, വൺ ഓർ ബോത്ത്, ഒരാൾക്കോ, ഓർ ബോത്ത് 2 പേർക്കോ, ദ പേരൻറ് മേ ഹാവ് ദ ഫിസിക്കൽ കണ്ടീഷൻ, 2 പേർക്കുമുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ലീഡിങ് ടു ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യതയിലേക്ക്. ഡിഫക്റ്റ് ഇൻ സ്പേം പ്രൊഡക്ഷൻ, ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്പേം ആൻഡ് ദെയർ മൊബിലിറ്റി ക്യാൻ സർട്ടൻ ഡിസീസസ് ക്യാൻ കോസ് മെയിൽ ഇൻഫെർട്ടിലിറ്റി. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഡിക്രീസ്, അതായത് എന്താണ് പുംബീജ ഉൽപാദനത്തിലെ തകരാറുകൾ അല്ലെങ്കിൽ കുറവ്, അല്ലെങ്കിൽ പുംബീജത്തിലെ എണ്ണത്തിൻ്റെ കുറവ്, അവയുടെ ചലനശേഷിയിലുള്ള കുറവ്, ചില രോഗങ്ങൾ എന്നിവ പുരുഷവന്ധ്യതയ്ക്ക് കാരണമായി തീരുന്നു. അപ്പം പുരുഷവന്ധ്യതയ്ക്ക് കാരണമായി തീരുവാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഡിഫക്റ്റ് ഇൻ സ്പേം പ്രൊഡക്ഷൻ, അതായത് പുരുഷ ബീജത്തിൻ്റെ ഉൽപാദനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എവിടെ? പുരുഷൻ്റെ ശരീരത്തിൽ. ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്പേംസ്, അതായത് പുരുഷ ശരീരത്തിലുണ്ടാകുന്ന സ്പേമുകളുടെ എണ്ണത്തിൽ കുറവ്. കാരണം നമ്മൾ മനസ്സിലാകുന്ന ഒറ്റ ഇജാക്കുലേഷനിലൂടെ ഏകദേശം 400 മില്യൺ സ്പേംസ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്പേമുകളുടെ എണ്ണത്തിലുള്ള കുറവ്. ആൻഡ് ദെയർ മൊബിലിറ്റി, അവയുടെ ചലനശേഷിയുടെ കുറവ്. ആൻഡ് സർട്ടൻ ഡിസീസസ്, ചില രോഗങ്ങൾ, ഇവയെല്ലാം എന്താണ്? ക്യാൻ കോസ് മെയിൽ ഇൻഫെർട്ടിലിറ്റി, ഇവയെല്ലാം ഒരു പുരുഷൻ്റെ വന്ധ്യതയ്ക്ക് കാരണമായി തീരാം. രണ്ടാമതായിട്ട് ഓവുലേഷൻ ഡിസോർഡേഴ്സ്, ബ്ലോക്കേജ് ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ് ആൻഡ് ഹോർമോണൽ ഇംബാലൻസ് സച്ച് ആസ് പോളിസൈറ്റിക് ഓവറി സിൻഡ്രം ക്യാൻ കോസ് ഇൻഫെർട്ടിലിറ്റി ഇൻ വുമൺ. അതായത് സ്ത്രീകൾക്ക് വന്ധ്യതയ്ക്ക് കാരണമാകാവുന്ന കാരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് ഓവുലേഷൻ ഡിസോർഡേഴ്സ്. നിങ്ങൾക്കറിയാം ഓവുലേഷൻ ഡിസോർഡേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അണ്ടോൽപാദനത്തിലെയും അണ്ടവിസർജനത്തിലെയും തകരാറുകൾ. അതുപോലെ തന്നെ ഏതാണ്? ബ്ലോക്കേജ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്, ഫെലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ. ആൻഡ് ഹോർമോണൽ ഇംബാലൻസ്, അതായത് സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ. ഏതാണ് അതിനൊരു ഉദാഹരണം? ഏതാണ്? പോളിസിറ്റിക് ഓവറി സിൻഡ്രം എന്ന് പറയുന്ന അത് ഒരു ഉദാഹരണമാണ്. ക്യാൻ കോസ്
ഇൻഫെർട്ടിലിറ്റി ഇൻ വുമൺ, അതും ഒരു സ്ത്രീയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമായി തീരാം. ഇനി പറയാൻ പോകുന്ന എന്താണെന്ന് നോക്കിക്കൊള്ളുക. ടോക്സിൻസ്, പൊല്യൂഷൻസ്, സ്മോക്കിംഗ്, ഡ്രഗ് അബ്യൂസ്, കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ, sexually transmitted infections and inflammation of the reproductive organs can reduce the chance of ഫെർട്ടിലിറ്റി ഇൻ ബോത്ത്. അതായത് ആദ്യം പുരുഷനിലുള്ള വന്ധ്യതയ്ക്ക് കാരണം എന്താണെന്ന് പറഞ്ഞു, രണ്ടാമതായിട്ട് സ്ത്രീയിലുള്ള വന്ധ്യതയ്ക്ക് കാരണമായിട്ട് പറഞ്ഞു, മൂന്നാമതായിട്ട് കോമൺ കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കോമൺ കാരണങ്ങൾ ഏതൊക്കെയാണ്? വിഷവസ്തുക്കൾ, മലിനീകരണം, പുകവലി, മയക്കുമരുന്നുകളുടെ ഉപയോഗം, മദ്യപാനം എന്നിവയും ലൈംഗികമായി പകരുന്ന അണുബാധകൾ, പ്രത്യുൽപാദന അവയവങ്ങളിലെ വീക്കം എന്നിവയും സ്ത്രീയിലും പുരുഷനിലും എന്താണ് പ്രത്യുൽപാദനക്ഷമത കുറയ്ക്കുന്നതിനുള്ള കാരണമായി തീരും. അപ്പോൾ ടോക്സിൻസ് അതായത് വിഷപദാർത്ഥങ്ങൾ, പൊല്യൂഷൻ നിങ്ങൾക്കറിയാം മലിനീകരണം, സ്മോക്കിംഗ് അതായത് പുകവലി, ഡ്രഗ് അബ്യൂസ് അതായത് മയക്കുമരുന്നുകളുടെ ഉപയോഗം, കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ അതായത് മദ്യത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ മദ്യം കുടിക്കൽ, സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അതായത് ലൈംഗികപരമായിട്ട് പകരുന്ന രോഗങ്ങൾ, ഇൻഫ്ലമേഷൻ അതായത് ലൈംഗിക അവയവങ്ങളിലുണ്ടാകുന്ന നീക്കവും അതുപോലെയുള്ള വീക്കവും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ക്യാൻ റെഡ്യൂസ് ചാൻസ് ഓഫ് ഫെർട്ടിലിറ്റി ഇൻ ബോത്ത്. രണ്ടുപേരിലും പുരുഷനിലും സ്ത്രീയിലും എന്ത് ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്? ഈ പ്രത്യുൽപാദനത്തിന് തടസ്സമാവാൻ സാധ്യതയുണ്ട്. hormone and semen test in the laboratory, ultrasound scanning and genetic test can diagnose the കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? എന്താണ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം, അതായത് വന്ധ്യതയ്ക്ക് കാരണമെന്ന് എങ്ങനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും? ഹോർമോൺ ആൻഡ് സെമൻ ടെസ്റ്റ് ഇൻ ദ ലബോറട്ടറി, അതായത് ഹോർമോണുകളുടെ ടെസ്റ്റും അതുപോലെ തന്നെ സെമൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പുംബീജത്തിൻ്റെ ടെസ്റ്റും നടത്തിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അറിയാനായിട്ട് സാധിക്കും. ഒരു രീതിയിൽ അറിയാം എന്താണ് വന്ധ്യതയ്ക്ക് കാരണമെന്ന്. രണ്ടാമതായിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും. ജെനറ്റിക് ടെസ്റ്റ് അതായത് ജനിതകപരമായിട്ടുള്ള ടെസ്റ്റുകൾ ക്യാൻ ഡയഗ്നൈസ്, അതായത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും എന്താണ് ഈ വന്ധ്യതയ്ക്ക് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമെന്ന്. മെഡിസിൻസ് ആൻഡ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, അതായത് മരുന്നുകളും അതുപോലെ തന്നെ മറ്റേതാണ് മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? മരുന്നുകളും അതുപോലെ തന്നെ ഈ സഹായിച്ച് വന്ധ്യതാ ചികിത്സയ്ക്ക് മറ്റുള്ള റീപ്രൊഡക്റ്റീവ് ടെക്നോളജികൾ നമുക്ക് ഇന്നത്തെ പുതിയ തലമുറയിൽ പുതിയ കാലഘട്ടത്തിൽ ഉള്ള മരുന്നുകളും അതുപോലെ തന്നെയുള്ള ടെക്നോളജികളും വന്ധ്യതാ ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഏതെല്ലാം ടെക്നോളജികളാണ്? മെഡിസിൻസ് ആൻഡ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, അതായത് ART. അതിനൊരു ഉദാഹരണം, അതായത് നമ്മളെ സഹായിക്കുന്ന റീപ്രൊഡക്റ്റീവിന് വേണ്ടി സഹായിക്കുന്ന ടെക്നോളജികൾക്ക് ഉദാഹരണമാണ് സച്ചാസ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനും അതുപോലെ ക്യാൻ ബി ബെനഫിഷ്യൽ ഫോർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. അതും ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വളരെയധികം സഹായിക്കുന്നതായിരിക്കും. ഈ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? IVF എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി കൂട്ടിച്ചേർത്തതിന് ശേഷം സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡിക്കേറ്റേഴ്സാണ്. ഇൻഡിക്കേറ്റേഴ്സിൽ ആദ്യം തന്നിരിക്കുന്നത് മെയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പുരുഷൻ്റെ വന്ധ്യത അല്ലെങ്കിൽ പുരുഷ വന്ധ്യത എന്ന ഭാഗമാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയുകയാണ്. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഇത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. മെയിൽ ഇൻഫെർട്ടിലിറ്റി ഈസ് വെൻ എ സെക്സ്വലി മച്വർ മാൻ ഈസ് അൺഎബിൾ ടു ഇംപ്രഗ്നേറ്റ് എ ഫെർട്ടൈൽ വുമൺ ആഫ്റ്റർ ട്രൈയിങ് ഫോർ അറ്റ്ലീസ്റ്റ് 1 year. അതായത് ഒരു പുരുഷൻ എന്താണ് വന്ധ്യതപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് അവിധേയമായിരിക്കുന്നു എന്ന് പറയുന്നത് 1 വർഷമായിട്ട് ഒരു സെക്സ്വലി ഫെർട്ടൈലായിട്ടുള്ള, അതായത് ഗർഭം ധരിക്കുവാൻ പ്രാപ്തയായ ഒരു സ്ത്രീയെ ഗർഭം ധരിക്കുവാൻ നോക്കിയിട്ട് ഗർഭം ധരിപ്പിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പുരുഷനെ എന്താണ് വന്ധ്യത ബാധിച്ചിരിക്കുന്ന പുരുഷൻ എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ നമ്പർ ഓഫ് ഫാക്ട്സ്, അതായത് ഇതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. അതിന് കാരണങ്ങൾ ഏതൊക്കെയാണ്? ലോ സ്പേം പ്രൊഡക്ഷൻ, അതായത് സ്പേമുകളുടെ പുരുഷ ബീജത്തിൻ്റെ എണ്ണത്തിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ കുറവ്, അതുപോലെ തന്നെ അബ്നോർമൽ സ്പേം പ്രൊഡക്ഷൻ, അതായത് യാതൊരു കൺട്രോളും ഇല്ലാത്ത രീതിയിലുള്ള സ്പേം പ്രൊഡക്ഷൻ, ബ്ലോക്കേജ് ഇൻ ദ ഡക്ട്സ്, അതായത്
ഡക്റ്റുകൾ, അതായത് ഈ സ്പേം ക്യാരി ചെയ്ത് വിസർജിക്കുവാനായിട്ട് യോനി നാളിയിലേക്ക് വിസർജിക്കാൻ കൊണ്ടുപോകുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ കൺസപ്ഷൻ ആൻഡ് എന്താണ് പറയുന്നത്, ആൽക്കഹോൾ കൺസപ്ഷൻ ഉപയോഗിക്കാം, സ്മോക്കിംഗ് ഉപയോഗിക്കാം, ഡ്രഗ്സ് ഉപയോഗിക്കാം, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലേക്ക്, അതായത് പ്രകൃതിയിലുള്ള ചില ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുടെ പ്രത്യേകത, ടോക്സിൻസ്, അതായത് വിഷങ്ങൾ ഉപയോഗിക്കാം, ചൂട് കൊണ്ടുണ്ടായിരിക്കാം, കെമിക്കൽസിൻ്റെ സാന്നിധ്യങ്ങൾ ഉപയോഗിക്കാം, ഫിസിക്കൽ ഇഞ്ചുറി ടു ദ ടെസ്റ്റിക്കിൾ, അതായത് സ്പേം ഉൽപ്പാദിപ്പിക്കുകയും ശേഖരിച്ച് വയ്ക്കുകയും ചെയ്യുന്ന ടെസ്റ്റിക്കിളിന് വേണ്ടിയിട്ട് പ്രശ്നം അവിടെ ഇതിനുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ്, അതായത് ഒരു പുരുഷനുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഇതിന് കാരണമാകത്തരാം. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഒരു പുരുഷൻ എന്തായിത്തീരാം, വന്ധ്യതയ്ക്ക് അടിമയായിത്തീരാം, അല്ലെങ്കിൽ വന്ധ്യത ഉള്ളവനായിത്തീരാം. ഇനി രണ്ടാമതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സ്ത്രീകളുടെ വന്ധ്യത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Female infertility is the inability to get pregnant or carry pregnancy to term after 1 year of regular unprotected sexual intercourse. അതായത് ഒരു വർഷമായിട്ട് കോൺട്രാസെപ്റ്റീവ്, അതായത് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒരു സ്ത്രീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും ഗർഭിണിയാവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ സ്ത്രീ എന്താണ്, ലൈംഗികമായിട്ട് വന്ധ്യതയുള്ള ഒരു സ്ത്രീയാണ് വന്ധ്യതയുള്ള ഒരു സ്ത്രീയാണെന്ന് നമുക്ക് കണക്കാക്കാം. ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ട്. ഇതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഓക്കെ, കാരണങ്ങൾ ചിലതൊക്കെ എന്താണ്, ഹോർമോണൽ ഇൻബാലൻസ്, ഒരുപക്ഷെ ആ സ്ത്രീയുടെ ശരീരത്തിലുള്ള ഹോർമോണുകളുടെ ഇംബാലൻസ്, ഹോർമോണുകളുടെ പ്രവർത്തനവും ശരിയല്ലാത്തതായിരിക്കാം. രണ്ടാമതായിട്ട് അവളുടെ ശരീരത്തിലുണ്ടാകുന്ന ചില ഫിസിക്കൽ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. ഇനി വേറെ എന്തൊക്കെയായിരിക്കാം, ഓവുലേഷൻ ഡിസോർഡേഴ്സ്, അതായത് അണ്ടവിസർജനത്തിൻ്റെ സമയത്തുള്ള ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഓവറിയിലോ അല്ലെങ്കിൽ യൂട്രസിലോ ഫെലോപ്പിയൻ ട്യൂബിലോ യോനി നാളത്തിലോ ഉള്ള ചില പ്രശ്നങ്ങളായിരിക്കാം, ബ്ലോക്കേജ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. പിന്നെ എന്താണ്, എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഗ്രോ ഔട്ട്സൈഡ് ഓഫ് ദ യൂട്രസ്, അതായത് എൻഡോമെട്രിയസ് ട്യൂബ്സ് നമുക്കറിയാം, അത് എന്താണ്, ഉള്ളിൽ വളരേണ്ടതാണ്, ഇതിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ വളരേണ്ടത് പുറത്ത് വളരുന്നതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതിന് കട്ടിയില്ലാത്തത് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ട്യൂബൽ ഇൻഫെർട്ടിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചായിരിക്കാം ലേഡി കൺസീവ് ആയിത്തീരുന്നത് അല്ലെങ്കിൽ ഗർഭിണിയായിത്തീരുന്നത്, അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്സ് രണ്ടും ബ്ലോക്ക് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ പ്രിവെൻറ്റിംഗ് ദ എഗ് മൂവിങ് ത്രൂ ദ ഫെലോപ്പിയൻ ട്യൂബ്സ് ആയിരിക്കാം. അപ്പം ഇത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു സ്ത്രീ എന്ത് ചെയ്യാം, ഇൻഫെർട്ടൈൽ ആയിത്തീരാം, അല്ലെങ്കിൽ വന്ധ്യതയായിത്തീരാം. ഇനി നമുക്ക് പറയുന്നത് മൂന്നാമത് തന്നിരിക്കുന്ന ഏതാണ്, ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻഫെർട്ടിലിറ്റി, അതായത് ഏതാണ് ഇൻഫെർട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെയർ ആർ 3 മെയിൻ ടൈപ്സ് ഓഫ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, അതായത് 3 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വന്നിരിക്കുന്ന സ്ത്രീകൾക്കും പുരുഷനുമായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് മെഡിസിൻസ്, അതായത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും മെഡിസിൻ കൊടുത്ത് തയ്യാറാക്കിയെടുക്കാനായിട്ട്, അവരെ ഫെർട്ടൈൽ ആക്കാനായിട്ട് തയ്യാറാക്കാം. അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, അവർക്ക് ഓപ്പറേഷൻ ശസ്ത്രക്രിയയും അങ്ങനെയുള്ള കാര്യങ്ങളും നടത്താനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നടക്കുന്നത് ഏതാണ്, മൂന്നാമത് അസിസ്റ്റഡ് കൺസെപ്ഷൻ, അതായത് അവരെ ഗർഭം ധരിക്കുന്നതിനായിട്ട് ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യകളുടെ സഹായങ്ങൾ ഉപയോഗിക്കും, ഇൻക്ലൂഡിങ് ഇൻട്രാ യൂറിട്രൈൻ ഇൻസെമിനേഷൻ എന്നൊക്കെ പറയും. അതായത് ഇൻട്രാ യൂറിട്രൈൻ ഇൻസെമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷൻ്റെ ബീജം ഒരു പ്ലാസ്റ്റിക് ട്യൂബ് പോലെയുള്ളതിനാക്കിയിട്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് വിക്ഷേപിച്ച് കൊടുക്കും. അതിന് എന്താണ് പറയുന്നത്, IUI ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ഏതാണ്, ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതായത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ബീജങ്ങളെ എടുത്ത് സംയോജിപ്പിച്ചതിന് ശേഷം സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ പലതരം ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഏത് ട്രീറ്റ്മെൻറ്റാണോ അനിവാര്യമായിട്ടുള്ളത് ആ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ആ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള അല്ലെങ്കിൽ വന്ധ്യത എന്നുള്ള പ്രശ്നത്തിൽ നിന്നും എല്ലാ വ്യക്തികളും മോചനം നേടുകയും ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഭാവിയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് അകപ്പെട്ടാൽ ഇതിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.